ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ 50% വരെ ഡിസ്കൗണ്ട്. 2.5% പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ. വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടത്തിലെ കടമുറികൾ ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരികൾക്ക് നഗരസഭയുടെ നോട്ടീസ്. കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിയിട്ടുള്ള സർക്കാർ ഉത്തരവിന് പിന്നാലെയാണ് നടപടി. 7 ദിവസത്തിനകം സ്വമേധയാ കടമുറികൾ ഒഴിയണമെന്നാണ് നിർദ്ദേശം. ഇത് അവഗണിച്ചാൽ നഗരസഭയുടെ നേതൃത്വത്തിൽ കെട്ടിടം നേരിട്ട് പൊളിച്ചു നീക്കുന്നതാണെന്ന് നഗരസഭ സൂചന നൽകി. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയോരത്തെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സംഘം പരിശോധന നടത്തി. നേരത്തെ നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ നഗരസഭാ കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. തുടർന്ന് 15 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇതിനെതിരെ 17 കടമുറി ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ബലക്ഷയത്തെ സംബന്ധിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തണമെന്നായിരുന്നു ആവശ്യം. വാദം കേട്ട കോടതി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് വാദം കേൾക്കാനും ഉചിതമായ തീരുമാനമെടുക്കുവാനും നിർദ്ദേശിക്കുകയായിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി വിശദമായി വാദം കേട്ടതിനു ശേഷമാണ് കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിയത്. ഇതിന് പിന്നാലെയാണ് 7 ദിവസത്തിനകം കടമുറികൾ ഒഴിയണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയത്. സമയപരിധിക്ക് മുൻപ് കടമുറിയുടെ താക്കോൽ കൈമാറണമെന്നും വാടക കുടിശ്ശിക ഉണ്ടെങ്കിൽ അടച്ചു തീർക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. കെട്ടിടം പൊളിച്ച ശേഷം ഈ ഭാഗം നവീകരിച്ച് നഗരചത്വരം ഒരുക്കാനാണ് പദ്ധതി. നഗര നവീകരണത്തിന് സംസ്ഥാന ബജറ്റിലും തുക വകയിരുത്തിയിട്ടുണ്ട്.